പറയുന്നത് സ്വർഗത്തിലെ ദൈവം കേൾക്കുന്നുണ്ടല്ലോ. ഒരു പ്രാർത്ഥനാ മനുഷ്യൻ എന്നെ കാണാൻ വന്നു. എൻ്റെ മുമ്പിൽ വെച്ച് പുള്ളി അങ്ങ് പെട്ടെന്ന് ആത്മാവിലായതാണോ എനിക്കറിയാൻ മേലെ എന്തൊക്കെയോ ഇങ്ങനെ കാണിച്ചു. ഞാനൊരു വെളിപ്പാട് പറയട്ടെ. ഞാൻ പറഞ്ഞു മറ്റേ കണ്ണും കൂടെ പോകുന്നു. ഞാൻ ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇത് എന്തോ അറിയാതെ അങ്ങ് പറഞ്ഞു. നിങ്ങൾ പറ, ഞാൻ ബോധം കെട്ട് വീഴാഞ്ഞത് ദൈവത്തിൻ്റെ കരുണയല്ല. എൻ്റെ ഭാര്യ തൊട്ടപ്പുറത്ത് നിൽപ്പുണ്ട്. പുള്ളിക്ക് കാപ്പി കൊടുക്കാൻ വന്നോ, അവളുടെ കൈ വിറയ്ക്കുക. ഞാൻ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് കൈ കൂപ്പിക്കൊണ്ട് ചോദിച്ചു, ദൈവദാസനെ, ഞാൻ അതിനെന്നാ ചെയ്യണ്ടേ? പുള്ളിയുടെ മറുപടി കേൾക്കണം. അതൊന്നും എനിക്കറിയാൻ മേല, ഞാൻ കണ്ടത് ഞാൻ പറഞ്ഞു. അപ്പം കണ്ണു പോയേ അടങ്ങു പുള്ളി. അതല്ലേ നമ്മളൊരു ദൂത് പറയുക. അപ്പം നിങ്ങൾക്കൊരു അപകടം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ എന്നാ ചെയ്യണ്ടേ? മോനെ, ഉപവസിച്ച് പ്രാർത്ഥിക്കാം. ദർശനങ്ങൾ കാണിക്കുന്ന എന്തിനാ? വാസ്തവത്തിൽ മാറിപ്പോവാനാ. അങ്ങനെയല്ലേ? പ്രാർത്ഥിച്ചാൽ മാറിപ്പോവും. സംഭവിക്കാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകാനും മനുഷ്യപുത്രന് മുമ്പിൽ നിൽക്കാനും സദാകാലം ഉണർന്ന് പ്രാർത്ഥിക്കും. ഞാൻ ഭയത്തോടെയാണ് പറയുന്നത്. 2001 മുതൽ ഇത്രയും നാൾ ദൈവം നടത്തിയല്ല. എനിക്കെപ്പോഴും പേടിയായി ഇത് പറയുമ്പം. പൊതുവെ പറയാറില്ല, അങ്ങ് പറഞ്ഞു പോയതാണ്. ഈ വചനം പറഞ്ഞതുകൊണ്ടാണ്. സ്നേഹമില്ലാതെയും എന്ത് പറയാം? ദൂത് പറയാം. എനിക്ക് 2 പെൺകുഞ്ഞുങ്ങൾ 8ലും 7ലും പഠിക്കുന്നു. എൻ്റെ മോൻ LKG പഠിക്കുന്നു. ആ സമയത്ത് ഇങ്ങനത്തെ ദൂത് പറഞ്ഞേച്ച്, പാസ്റ്റർ ഞാനും കൂടെ പ്രാർത്ഥിക്കാമെന്ന് വേണ്ടേ പറയാൻ? ഞാൻ പറഞ്ഞു, ദർശനം കണ്ട ആളെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. അതൊന്നും എനിക്കറിയാൻ മേലെന്ന് പറഞ്ഞു ഒറ്റ പോക്ക്. എന്താല്ലേ? ആ ഇടയ്ക്ക് എനിക്ക് കൃപാവരവത്തോട് തന്നെ കലിപ്പായിരുന്നു. പിന്നെ ഞാൻ ദൈവം എന്നെ വാസ്തവത്തിൽ തിരുത്തി. ആ ഒരു പേപ്പട്ടി 3-4 പേരെ കടിച്ചെന്നോർത്ത് എല്ലാ പട്ടിയെയും തല്ലിക്കൊല്ലേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് കൃപാവരങ്ങളുടെ ശുശ്രൂഷയെ പ്രൊമോട്ട് ചെയ്യണം, അതിനെതിരെ പറയരുതെന്നൊക്കെ ദൈവം എന്നെ തിരുത്തി. ഇപ്പോൾ ഒരു 5-6 കൊല്ലമായിട്ട് പരിശുദ്ധാത്മാഭിഷേകത്തെക്കുറിച്ചാണ് കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചാരിറ്റിയെക്കുറിച്ച് പറഞ്ഞാൽ 2 വശമുണ്ട്. അഴിമതി കാണിച്ച് വാരിക്കൂട്ടിയതിൻ്റെ 1000-1 ചാരിറ്റി ആയിട്ട് കൊടുത്ത് കുറ്റബോധം തീർക്കുന്നവരാ പലരും. ഒരു കഥയുണ്ട്. ആലപ്പുഴ പോയി കുരുമുളക് വിറ്റിട്ട് വരുന്ന പാലക്കാരെ, കോട്ടയംകാരൊക്കെ വിറ്റിട്ട്, ആ പഴയ കാലമല്ലേ, വള്ളത്തേലാണ് പോണേ. അപ്പോൾ കുരുമുളകൊക്കെ വിറ്റ് കഴിയുമ്പം ഇച്ചിരി കാശ് കൂടുതൽ കൈ വരും. അപ്പോൾ ഒന്ന് നന്നായിട്ട് കള്ളു കുടിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ. പിന്നെ വേറെയും പല കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഈ ചേട്ടന്മാരെല്ലാവരുടെ ഒത്തുകൂടി ഉള്ളിലോട്ട് കുടിക്കാൻ പോവും. അതൊരു ഉത്സവമാണ്. അവിടെ കുറേ ഏജന്റുമാരുണ്ട് ഇവർക്ക് വേണ്ടതെല്ലാം ഒപ്പിച്ചു കൊടുക്കാൻ. കാട്ടുകോഴി വറുത്തതും താറാവ് പൊരിച്ചതും ഒക്കെ അവരുണ്ടാക്കി കൊടുക്കും. എന്നാന്ന് ആർക്കും അറിയത്തില്ലല്ലോ. വറുത്ത് കഴിഞ്ഞാൽ പിന്നെ വല്ലതും അറിയാൻ പറ്റുമോ? അപ്പം അങ്ങനെ തിന്നു കുടിച്ച് ഭയങ്കര ലെവലായി കഴിയുമ്പോൾ ബാഗും തട്ടിപ്പറിച്ചുകൊണ്ട് ഇവർ പോകും. അപ്പം വണ്ടിക്കൂലി പോലും ഇല്ല. പിന്നെ കരഞ്ഞു കൂവി ഇതുങ്ങൾ ഈ വള്ളത്തിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ ഒരു അപ്പച്ചൻ നടന്ന് ഒരു വടി കുത്തി. ഈ അപ്പച്ചനൊക്കെ ഇതിനകത്തെ കഥാപാത്രങ്ങളാണ്, 1-ാം പ്രതിയാണ്. അപ്പച്ചൻ വന്ന് ചോദിച്ചു, എന്നാ മക്കളെ കരയുന്നേ? എൻ്റെ പൊന്നി ചേട്ടാ, ഈ നാട് ഇത്ര നശിച്ച നാടാണോ? ഞങ്ങൾ ആലപ്പുഴ നല്ല നാടാന്ന് ഓർത്ത് കുരുമുളക് വിൽക്കാൻ വന്നതാ. എന്നിട്ട് എന്നെ പറ്റി മക്കളെ? ആ കള്ളു ഷാപ്പിൽ വെച്ച് കുറേ പേര് കൂടി ഞങ്ങളെ അടിച്ച് തവിടോടിയാക്കി ഞങ്ങളുടെ ബാഗും പിടിച്ചെടുത്തു. ഓരോ ബാഗിൽ 1-2 ലക്ഷം രൂപയുണ്ടായിരുന്നു. ഈ അപ്പച്ചൻ അങ്ങ് വല്ല സങ്കടമായി. അപ്പച്ചൻ പറയാം, കഷ്ടമായിപ്പോയി കേട്ടോ. എന്നിട്ട് മക്കളെ, നിങ്ങൾക്ക് വണ്ടിക്കൂലി ഉണ്ടോ? ഇല്ല ചേട്ടാ. അപ്പച്ചനൊരു 100 രൂപ എടുത്ത് ഇവർക്ക് 4 പേർക്കായിട്ടും കൊടുത്തിട്ട് പറയും,
ഈ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കണം, നല്ല പരിപ്പോടെയാണ്, അതും കഴിച്ചിട്ട് വണ്ടിക്കൂലി വള്ളത്തിന് കൊടുക്കാനുള്ള കാശായത്. ഈ പിള്ളേർ, ഈ ചെറുപ്പക്കാർ പറയുന്നതിനാണ് ഈ അപ്പച്ചനെ പോലെ ചാരിറ്റി. ഈ അപ്പച്ചൻ്റെ മക്കളായി ഇത് പിടിച്ചു പറിച്ചുകൊണ്ട് പോയത്. പിടികിട്ടിയോ? ഇതൊക്കെ വായിച്ചിട്ടുള്ള അറിവാണേ. അപ്പം എന്താ ഇവിടെ വായിക്കുന്ന? ബൈബിൾ ഒന്ന് ശ്രദ്ധിക്കണം. ഈ ആത്മരക്ഷ, മാനസാന്തരം, പരിശുദ്ധാത്മാഭിഷേകം, കർത്താവിൻ്റെ വരവ്, ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ചാരിറ്റിയിലേക്ക് നമ്മളൊന്ന് തിരിയണമെന്നാണ് ഇപ്പോഴത്തെ പിള്ളേർ പറയുന്നത്. ചാരിറ്റിയിലോട്ട് തിരിയുന്നതിന് കുഴപ്പമില്ല, അത് വേണമെങ്കിലും ഇതിനേക്കാൾ വലുതൊന്നും അല്ലത്. ഇതില്ലെങ്കിൽ അതുണ്ടായിട്ടൊട്ട് കാര്യമില്ല. ഓക്കെ, നമ്മുടെ വിഷയം, എനിക്കുള്ളതെല്ലാം പാവപ്പെട്ടവർക്ക് കൊടുത്താലും ഞാൻ തീക്കകത്ത് ചാടിയാലും സ്നേഹമില്ല, പ്രയോജനം. അപ്പം സ്നേഹമില്ലെങ്കിലും ചാരിറ്റി ചെയ്യാം, ത്യാഗം ചെയ്യാം. ഇന്നിവിടം വിട്ടാൽ പിന്നെ വിടെ ചെല്ലും, ഇന്നിവിടം വിട്ടാൽ പിന്നെ വിടെ ചെല്ലും. ഓർക്കുക നീ, ഓർക്കുക നീ, ഓർക്കുക സോദരാ, ഓർക്കുക നീ, ഓർക്കുക നീ, ഓർക്കു നീ സോദരി. ഇന്നിവിടം വിട്ടാൽ പിന്നെ വിടെ ചെല്ലും, ഇന്നിവിടം വിട്ടാൽ പിന്നെ വിടെ ചെല്ലും. ഓർക്കുക നീ, ഓർക്കുക നീ, ഓർക്കുക സോദരാ, ഓർക്കുക നീ, ഓർക്കുക നീ, ഓർക്കു നീ സോദരി. കർത്താവൊരുക്കിടുന്ന യേശു, കർത്താവൊരുക്കിടുന്ന, കർത്താവൊരുക്കിടുന്ന യേശു, കർത്താവൊരുക്കിടുന്ന നിത്യഭവനത്തിലെത്തുവാൻ നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ സോദരാ? നിത്യഭവനത്തിലെത്തുവാൻ നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ സോദരി? കർത്താവൊരുക്കിടുന്ന യേശു, കർത്താവൊരുക്കിടുന്ന, കർത്താവൊരുക്കിടുന്ന യേശു, കർത്താവൊരുക്കിടുന്ന നിത്യഭവനത്തിലെത്തുവാൻ നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ സോദരാ? നിത്യഭവനത്തിലെത്തുവാൻ നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ സോദരി? ഇന്നിവിടം വിട്ടാൽ പിന്നെ വിടെ ചെല്ലും, ഇന്നിവിടം വിട്ടാൽ പിന്നെ വിടെ ചെല്ലും. ഓർക്കുക നീ, ഓർക്കുക നീ, ഓർക്കുക സോദരാ, ഓർക്കുക നീ, ഓർക്കുക നീ, ഓർക്കു നീ സോദരി. ഇന്നിവിടം വിട്ടാൽ പിന്നെ വിടെ ചെല്ലും. ആമേൻ. ഇന്നിവിടം വിട്ടാൽ പിന്നെ വിടെ ചെല്ലും. ഓർക്കുക നീ, ഓർക്കുക നീ, ഓർക്കു നീ സോദരാ, ഓർക്കുക നീ, ഓർക്കുക നീ, ഓർക്കു നീ സോദരി. കർത്താവൊരുക്കിടുന്ന യേശു, കർത്താവൊരുക്കിടുന്ന, കർത്താവൊരുക്കിടുന്ന യേശു, കർത്താവൊരുക്കിടുന്ന നിത്യഭവനത്തിലെത്തുവാൻ നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ സോദരാ? നിത്യഭവനത്തിലെത്തുവാൻ നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ സോദരി? കർത്താവൊരുക്കിടുന്ന യേശു, കർത്താവൊരുക്കിടുന്ന, കർത്താവൊരുക്കിടുന്ന യേശു, കർത്താവൊരുക്കിടുന്ന നിത്യഭവനത്തിലെത്തുവാൻ നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ സോദരി? നിത്യഭവനത്തിലെത്തുവാൻ നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ സോദരാ? ഇന്നിവിടം വിട്ടാൽ പിന്നെ വിടെ ചെല്ലും, ഇന്നിവിടം വിട്ടാൽ പിന്നെ വിടെ ചെല്ലും. ഓർക്കുക നീ, ഓർക്കുക നീ, ഓർക്കു നീ സോദരാ, ഓർക്കുക നീ, ഓർക്കുക നീ, ഓർക്കു നീ സോദരി. ഓർക്കുക നീ, ഓർക്കുക നീ, ഓർക്കു നീ സോദരാ, ഓർക്കുക നീ, ഓർക്കുക നീ, ഓർക്കു നീ സോദരി. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം ഞാൻ തന്നെ വായിക്കാം. 15-ാം അധ്യായം, 16-ാം അധ്യായം
21, 22 വാക്യങ്ങൾ ഞാനിവിടെ ഒന്ന് വായിക്കാം. പിന്നെ ഉള്ളതൊക്കെ ഞാൻ പറയും, സാവകാശത്തിൽ വായിക്കും. പൗലോസായ എൻ്റെ കയ്യാൽ വന്ദനം. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. പൗലോസായ എൻ്റെ കയ്യാൽ വന്ദനം. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. എൻ്റെ കൂടെ ഞാനൊന്ന് പറയുമ്പോൾ ഒന്നേറ്റ് പറയണം. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. അല്പം കൂടെ ഓളിയം കൂട്ടി പറയാൻ ശ്രമിച്ചാട്ടെ. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. നമ്മുടെ കർത്താവ് വരുന്നു. നമ്മുടെ കർത്താവ് വരുന്നു. ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവ് വരുന്നു. യേശു കർത്താവിൻ്റെ മടങ്ങിവരവിനെ പറ്റി ധാരാളം പ്രസംഗങ്ങൾ ഇവിടെ മുഴങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ധാരാളം പുസ്തകങ്ങളുമുണ്ട്. എന്നാൽ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് അതിൻ്റെ ഒരു വശം മാത്രമേ പറയുന്നുള്ളൂ. അതായത് കർത്താവിനെ സ്നേഹിക്കുക എന്ന വിഷയമാണ് ഞാൻ ഊന്നൽ കൊടുത്ത് പറയാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. മദ്യപാനി ശപിക്കപ്പെട്ടവനെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു യുക്തിയുണ്ട്. കൊലപാതകൻ ശപിക്കപ്പെട്ടവനെന്ന് പറഞ്ഞാൽ അത് റീസണബിളാണ്. പിടിച്ചുപറിക്കാരൻ ശപിക്കപ്പെട്ടവനാണ്. ഭാര്യയെ തല്ലുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. ബലാത്സംഗം ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. ചീത്ത വിളിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. മോഷ്ടാവ് ശപിക്കപ്പെട്ടവനാണ്. അഴിമതിക്കാരൻ ശപിക്കപ്പെട്ടവനാണെന്നൊക്കെ പറഞ്ഞാൽ കുറേയൊക്കെ ന്യായമാണ്. എന്നാൽ ഒരാളെ സ്നേഹിക്കാതിരിക്കുന്നതൊരു പാപമാണോ? ഒന്ന് ചിന്തിക്കണേ. നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന പോലെ അല്ല ബൈബിൾ എഴുതി വച്ചിരിക്കുന്നത്. തല്ലുക, കൊല്ലുക, വെട്ടുക, കുത്തുക, കുടിക്കുക, കക്കുക, ഇതൊക്കെയാണ് വലിയ പാപമായിട്ട് നമ്മുടെ മനസ്സിരിക്കുന്നത്. അതൊന്നും ചെയ്യരുത്. പക്ഷെ കർത്താവ് പറയുന്ന കാര്യം ഇച്ചിരൂടെ ശ്രദ്ധിക്കണം. ഈ കൊരിന്ത്യർ ലേഖനത്തിൽ സ്നേഹത്തെക്കുറിച്ച് അതിൻ്റെ ക്ലൈമാക്സ് എഴുതിയിരിക്കുന്നത്. ഈ 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം പോലെ ഉലകത്തിലാരും എഴുതിയിട്ടില്ല. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ച കാലത്ത് 1 കൊരിന്ത്യർ 13 ക്ലാസ്സിൽ പഠിക്കാനുണ്ടായിരുന്നെന്ന് എനിക്കൊരു ഓർമ്മ. എന്നിട്ട് അത് എഴുതിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞ് ബൈബിളിൽ നിന്ന് അത് എഴുതി കൊണ്ട് കൊടുത്തതായിട്ട് ഓർക്കുന്നുണ്ട്. അത് കുട്ടികളൊക്കെ കാണാതെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ പ്രാക്ടിക്കലാക്കുന്ന ഒരു കുറവാണ്. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. അപ്പം സ്നേഹമില്ലെങ്കിലും അന്യഭാഷ പറയാം. മനസ്സിലായോ? എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല. സ്നേഹമില്ലെങ്കിലും പ്രവചിക്കാം, സ്നേഹമില്ലെങ്കിലും മല മറിക്കാം. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും പാവപ്പെട്ടവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുത്താലും എൻ്റെ ശരീരം തീയിലിടാനായിട്ട് സമ്മതിച്ചാലും സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല. അപ്പൊ സ്നേഹമില്ലാതെ ചാരിറ്റി നടത്താം. കേൾക്കുന്നുണ്ടോ? കേൾക്കണം.
സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും മുതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം നാം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. അപ്പോൾ സ്നേഹം, ഇതുപോലെയൊരു പ്രബന്ധം ലോകത്തിലാരും എഴുതിയിട്ടില്ല. അപ്പം സ്നേഹത്തിൻ്റെ റെവലേഷൻ കിട്ടിയ ആളാണ് സെൻറ്റ് പോൾ. ഇനി ഈ സ്നേഹം എനിക്കുണ്ടോ എന്ന് നമ്മൾ ശോധന ചെയ്യുക. ഏതായാലും എൻ്റെ കാര്യം ഞാൻ പറയാം, എനിക്കില്ല. ഇതുപോലെ പെർഫെക്റ്റായ സ്നേഹം എനിക്കില്ല. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങളിൽ എത്ര അതുപോലെ ഉള്ളവരുണ്ട്? യോഗം കഴിയുമ്പോൾ ഒന്ന് കാണണം. ഞാനൊരു പുസ്തകം ഫ്രീ ആയിട്ട് തരാം. ഞാൻ പറയുന്നതെല്ലാം സത്യമാണ്. ഈ ലൈവ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ ഇനി എനിക്ക് നിഷേധിക്കാനും ഒക്കത്തില്ലല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് കൊതിക്കുന്നു. കൃപാവരമൊക്കെ പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുന്ന ആളാണ്. പക്ഷെ സ്നേഹം ഇല്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. ഞാനിതെല്ലാം പറഞ്ഞു, ഉദാഹരണമൊക്കെ പറഞ്ഞു തരുമ്പോൾ സമയം ഇവിടെ എങ്ങും നിൽക്കത്തില്ല. എനിക്ക് ഒരു കണ്ണ് അപകടത്തിൽ തകർന്നു പോയതറിയാമല്ലോ. അത്രയും അറിഞ്ഞാൽ മതി. 2001 അത് സംഭവിച്ചത്. ഇപ്പോൾ ഒരു കണ്ണേ ഉള്ളൂ. നിരാശയൊന്നുമില്ല. 2 കണ്ണും കൊണ്ട് വായിച്ചതിനേക്കാൾ കൂടുതൽ ബൈബിൾ വായിക്കുന്നുണ്ട്. 2 കണ്ണുള്ളപ്പം എഴുതിയിട്ടില്ലാത്തവണ്ണം പുസ്തകങ്ങളും പാട്ടുകളും എഴുതിയിട്ടുണ്ട്. ആയിരക്കണക്കിന് മൈലുകൾ യാത്ര ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്കതിനകത്ത് ഭാരമില്ല. നിങ്ങൾ ഭാരപ്പെടണ്ട. ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ചെറുപ്പക്കാർ അയ്യോ പാവം, ഒരു പാവവും ഇല്ല കേട്ടോ. അത്ര വിചാരിക്കുന്ന പോലെ പാവമല്ല. സ്തോത്രം. സഹതാപത്തിന് വേണ്ടിയാ ഇതൊക്കെ പറയുന്നതെന്ന് തോന്നരുത്. അതിനായി പറഞ്ഞ് ക്ഷമിക്കണേ. ഞാനൊരു കാര്യം പറയാൻ പോവുക. എൻ്റെ ഈ കണ്ണിങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് മൂടിക്കെട്ടി ഇവിടെ മാത്രം ഇച്ചിരി തുറന്നു വെച്ച് 1.5 മാസം വീട്ടിൽ വിശ്രമിക്കുക. ഞാൻ പറയുന്നത് സ്വർഗത്തിലെ ദൈവം കേൾക്കുന്നുണ്ടല്ലോ. ഒരു പ്രാർത്ഥനാ മനുഷ്യൻ എന്നെ കാണാൻ വന്നു. എൻ്റെ മുമ്പിൽ വെച്ച് പുള്ളി അങ്ങ് പെട്ടെന്ന് ആത്മാവിലായതാണോ എനിക്കറിയാൻ മേലെ എന്തൊക്കെയോ ഇങ്ങനെ കാണിച്ചു. ഞാനൊരു വെളിപ്പാട് പറയട്ടെ. ഞാൻ പറഞ്ഞു മറ്റേ കണ്ണും കൂടെ പോകുന്നു. ഞാൻ ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതിപ്പോൾ എന്തോ അറിയാതെ അങ്ങ് പറഞ്ഞു. നിങ്ങൾ പറ, ഞാൻ ബോധം കെട്ട് വീഴാഞ്ഞത് ദൈവത്തിൻ്റെ കരുണയല്ലേ? എൻ്റെ ഭാര്യ തൊട്ടപ്പുറത്ത് നിൽപ്പുണ്ട്. പുള്ളിക്ക് കാപ്പി കൊടുക്കാൻ വന്ന അവളുടെ കൈ വിറയ്ക്കുക. ഞാൻ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് കൈ കൂപ്പിക്കൊണ്ട് ചോദിച്ചു, ദൈവദാസനെ, ഞാൻ അതിനെന്നാ ചെയ്യണ്ടേ? പുള്ളിയുടെ മറുപടി കേൾക്കണം. അതൊന്നും എനിക്കറിയാൻ മേല, ഞാൻ കണ്ടത് ഞാൻ പറഞ്ഞു. അപ്പം കണ്ണുപോയേ അടങ്ങൂ പുള്ളി. അതല്ലേ നമ്മളൊരു ദൂത് പറയുക. അപ്പം നിങ്ങൾക്കൊരു അപകടം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ എന്നാ ചെയ്യണ്ടേ? മോനെ, ഉപവസിച്ച് പ്രാർത്ഥിക്കാം. ദർശനങ്ങൾ കാണിക്കുന്ന എന്തിനാ? വാസ്തവത്തിൽ മാറിപ്പോവാനാ. അങ്ങനെയല്ലേ? പ്രാർത്ഥിച്ചാൽ മാറിപ്പോകും. സംഭവിക്കാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകാനും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽക്കാനും സദാകാലം ഉണർന്ന് പ്രാർത്ഥിക്കും. ഞാൻ ഭയത്തോടെയാണ് പറയുന്നത്. 2001 മുതൽ ഇത്രയും നാൾ ദൈവം നടത്തിയല്ല. എനിക്കെപ്പോഴും പേടിയാണ് ഇത് പറയുമ്പം. പൊതുവെ പറയാറില്ല, അങ്ങ് പറഞ്ഞു പോയതാണ്. ഈ വചനം പറഞ്ഞതുകൊണ്ടാണ്. സ്നേഹമില്ലാതെയും എന്തു പറയാം? ദൂത് പറയാം. എനിക്ക് 2 പെൺകുഞ്ഞുങ്ങൾ 8ലും 7ലും പഠിക്കുന്നു. എൻ്റെ മോൻ LKG പഠിക്കുന്നു. ആ സമയത്ത് ഇങ്ങനത്തെ ദൂത് പറഞ്ഞേച്ച്, പാസ്റ്റർ ഞാനും കൂടെ പ്രാർത്ഥിക്കാമെന്ന് വേണ്ടേ പറയാ? ഞാൻ പറഞ്ഞു, ദർശനം കണ്ട ആൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. അതൊന്നും എനിക്കറിയാൻ മേലെന്ന് പറഞ്ഞു ഒറ്റ പോക്ക്. എന്തല്ലേ
ആ ഇടയ്ക്ക് എനിക്ക് കൃപാവരവത്തോട് തന്നെ കലിപ്പായിരുന്നു. പിന്നെ ദൈവം എന്നെ വാസ്തവത്തിൽ തിരുത്തി. ആ ഒരു പേപ്പട്ടി 3-4 പേരെ കടിച്ചെന്നോർത്ത് എല്ലാ പട്ടിയും തല്ലിക്കൊല്ലേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് കൃപാവരങ്ങളുടെ ശുശ്രൂഷയെ പ്രൊമോട്ട് ചെയ്യണം, അതിനെതിരെ പറയരുതെന്നൊക്കെ ദൈവം എന്നെ തിരുത്തി. ഇപ്പോൾ ഒരു 5-6 കൊല്ലമായിട്ട് പരിശുദ്ധാത്മാഭിഷേകത്തെക്കുറിച്ചാണ് കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോട്ടെ, വിഷയത്തിലേക്ക് വരാം. അപ്പം സ്നേഹത്തിൻ്റെ വെളിപ്പാട് കിട്ടി മനുഷ്യനാണ് പൗലോസ്. യോഹന്നാൻ അപ്പോസ്തലനും അതിലൊട്ടും പുറകിലല്ല. ഈ സ്നേഹം, ഈ 13-ാം അധ്യായത്തിലെ ആ സ്നേഹം ശരിക്കും ഉള്ളവരാരുണ്ട്? അതൊരു ഭയങ്കര ചോദ്യമാണ്. അതവിടെ നിൽക്കട്ടെ ക്വസ്റ്റ്യനായിട്ട്. ഇത് എവിടെ നിന്ന് വരുന്നു എന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കും. ഏതിനും ഒരു സോഴ്സ് ഉണ്ടല്ലോ, ഉറവിടം. 1 യോഹന്നാൻ 4:7 പെട്ടെന്ന് വായിക്കാമോ? പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കാം. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹം എവിടെ നിന്ന് വരുന്നു? ദൈവത്തിൽ നിന്ന് വരുന്നു. ഈ ഒരു ഭാഗം ഒന്ന് കാണിക്കാനാ വന്നത്. അപ്പൊ 1 കൊരിന്ത്യർ 13 പ്രാക്ടിക്കലാക്കണമെങ്കിൽ നിങ്ങൾ എവിടെ വരണം? അതാണ് വിഷയം. ദൈവത്തോടടുത്ത് വന്നിട്ട് ദൈവസ്നേഹം കൊണ്ട് ഹൃദയം നിറഞ്ഞാൽ മാത്രമേ യഥാർത്ഥ സ്നേഹം പുറപ്പെടുവിക്കാൻ കഴിയുകയുള്ളൂ. ശത്രുവിനെ പോലും സ്നേഹിക്കുന്ന സ്നേഹം, ഉപദ്രവിക്കുന്നവരെ പോലും സ്നേഹിക്കുന്ന സ്നേഹം, ബ്ലാക്ക് മെയിൽ ചെയ്യുന്നവർക്ക് പോലും നന്മ ചെയ്യാൻ ഉള്ളിൽ നിന്ന് കൊതിയുള്ള സ്നേഹം, ഒരിക്കൽ ചതിച്ചവനെ പോലും തിരിച്ച് ചതിക്കാതിരിക്കാനുള്ള സ്നേഹം അകത്തുനിന്ന് വരണമെങ്കിൽ ദൈവം, യേശു അകത്ത് വരണം. കർത്താവ് അകത്ത് വന്നാലേ പറ്റുള്ളൂ. Praise the Lord. Praise the Lord. Hallelujah. ഞാനും പ്രിയ ചെറിയാച്ചൻ പാസ്റ്ററും കൂടെ ഉച്ച കഴിഞ്ഞ് സംസാരിച്ചു. ഞാൻ ഇച്ചിരി നേരത്തെ വന്നു. താൻ തൻ്റെ അനുഭവങ്ങൾ എന്നോട് പറഞ്ഞു. നമ്മളെ ഉപദ്രവിച്ചവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്നെന്നോട് പറഞ്ഞു. ഞാൻ പാസ്റ്റർ വിൽസൺ ജോസഫിന്റെ കാറിൽ ഷാർജയിൽ ഒരു യോഗം കഴിഞ്ഞ് മറ്റൊരു യോഗസ്ഥലത്തേക്ക് പോകുമ്പോൾ 50 ഡിഗ്രി ചൂടത്ത് പുള്ളിയുടെ വളരെ വില കൂടിയ കാറിൽ ഇരുന്നുകൊണ്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററേ, എനിക്ക് ഭൂമിയിൽ ശത്രുക്കളില്ല. ഞാൻ ഒന്നുകൂടെ കയ്യെ പിടിച്ചിട്ട് ചോദിച്ചു, ഇലക്ഷനൊക്കെ നിൽക്കുന്ന ഒരാളല്ലേ, ശത്രു ഇല്ലേ? ഇല്ല, എനിക്കാരോടും വഴക്കില്ല. ആർക്കെങ്കിലും എന്നോട് വഴക്കുണ്ടെങ്കിൽ ഞാൻ അപ്പാ വീട്ടിൽ ചെല്ലും. ഞാൻ ക്ഷമ ചോദിക്കാനും പിഴ കെട്ടാനും തയ്യാറാണ്. എൻ്റെ പ്രിയരെ, ക്രിസ്തു ഉള്ള ഹൃദയത്തിലേ ഇത് സാധിക്കത്തുള്ളൂ. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി നിങ്ങളുടെ ഉള്ളിലേക്ക് ആ സ്നേഹത്തിൻ്റെ ഒരു ഉറവ ഒന്ന് തുറക്കണം. ജീസസ്, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സ്നേഹത്തിൻ്റെ സഭയായിട്ട് ഈ ചർച്ച മാറണം. ഇവിടുത്തെ ഓരോ വിശ്വാസിയോടും ഇടപെടുന്നവർ, അയൽവക്കക്കാര്, ബന്ധുക്കള്, ചാർച്ചക്കാരൊക്കെ നിങ്ങളിലുള്ള ദൈവസ്നേഹം കാണാനിട വരണം. അങ്ങനെ വന്നാൽ ഇവിടെ നിറഞ്ഞ് കവിഞ്ഞ ആളുകൾ വരും. ഈ ദേശം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? ദഹിപ്പിക്കണമെന്നെ ആശേഷം സ്നേഹം നൽകണമെൻ പ്രഭോ. ദഹിപ്പിക്കണമെന്നെ ആശേഷം സ്നേഹം നൽകണമെൻ പ്രഭോ. യേശു
എൻ്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം ചേർന്ന ശിഷ്യനാകുന്ന എന്നെയും അങ്ങേ പോലെ ആക്കണം മുഴുവൻ ശിഷ്യനാ. ദൂതിന്റെ 1-ാം ഭാഗം. ദൈവം ആഗ്രഹിക്കുന്ന പോലുള്ള സ്നേഹം എനിക്കില്ല എന്ന് സമ്മതിക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ ആ കൈയൊന്ന് പൊക്കിക്കേ. എന്നിട്ട് കർത്താവിനോട് പറഞ്ഞേ, സ്നേഹമാം അങ്ങേ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? സ്നേഹമാ നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? ദഹിപ്പിക്കണമെന്നെ ആ ശേഷം സ്നേഹം നൽകണം എൻ പ്രഭു. ദഹിപ്പിക്കണമെന്നെ ആ ശേഷം സ്നേഹം നൽകണം എൻ പ്രഭു. ആമേൻ. ആ 1-ാം ഭാഗത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാം. കർത്താവേ, ആ സ്നേഹത്തിന്റെ ഉറവ എന്നിലേക്കൊന്ന് ഒഴുക്കണേ. എന്നെ വെറുക്കുന്നവരെ കൂടെ സ്നേഹിക്കാൻ, എന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുവാൻ, യഥാർത്ഥ കൃത്യ സ്നേഹത്തിൻ്റെ ഒരു മനസ്സെനിക്ക് തരണേ, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഹല്ലേലൂയ. ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ ഭാര്യ ഗ്ലാഡിസ് പറഞ്ഞ വാക്കുകൾ ഓർമ്മയുണ്ടല്ലോ. ഞങ്ങൾ ക്ഷമിക്കുന്നു. ലോകത്തിൽ ഏതെങ്കിലും ഒരു മതം ഇങ്ങനെ പറയുന്നുണ്ടോ? ഏതെങ്കിലും ഒരു മത നേതാവ് ഇങ്ങനെ ക്ഷമിക്കുമോ? ഒരാളെ കൊന്നാൽ 1000 പേരെ തിരിച്ചു കൊല്ലുന്ന മതങ്ങളല്ലേ ഇവിടെ തഴച്ചു വളരുന്നേ? ഒരു തെറ്റിന് 1000 പേരെ കൊന്നുകളയുന്ന തീവ്രവാദമല്ലേ മതം പഠിപ്പിക്കുന്നത്? കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ച ഗ്രഹാം സ്റ്റെയിൻസിനെ, പിഞ്ചു കുഞ്ഞുങ്ങളെ ജീപ്പയിലിട്ട് കുത്തിപ്പിടിച്ച് കത്തിച്ച് അതിൻ്റെ പുക വരുന്ന കണ്ട് സന്തോഷിച്ച മനുഷ്യരുണ്ട് ഇവിടെ അല്ലേ? ആ ഭാര്യയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ക്ഷമിക്കുന്നു. ആരുണ്ട് ഇവിടെ ഇങ്ങനെ പറഞ്ഞവര്? ആരുണ്ട്? അതൊന്നും മാനുഷികമല്ല, അത് ഡിവൈൻ ലവ് ആണ്. അത് യേശു ഉള്ളിലുള്ളവരുടെ ലക്ഷണമാണ്. താങ്ക് യു ജീസസ്. ആമേൻ. അപ്പോ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മനുഷ്യരെ സ്നേഹിക്കുന്ന കാര്യമല്ല, ദൈവത്തെ സ്നേഹിക്കുന്ന കാര്യമാണ്. 1 യോഹന്നാൻ 5:1 യേശുവിനെ ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം, ജനിപ്പിച്ചവൻ ദൈവം, അവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു. അപ്പൊ ദൈവത്തെ സ്നേഹിക്കുക, അപ്പോൾ മാത്രമേ മനുഷ്യരെ സ്നേഹിക്കാനുള്ള ഹൃദയം കിട്ടത്തുള്ളൂ. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? താങ്ക് യു ജീസസ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ഈ പറയുന്ന സ്നേഹം ഉണ്ടാകത്തുള്ളൂ. 1 യോഹന്നാൻ 5:1 യേശുവിനെ ക്രിസ്തു എന്ന് വായിച്ചോ. യേശുവിനെ ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു. അതായത് എൻ്റെ മൂത്ത മോളുടെ പേര് അക്സ, രണ്ടാമത്തെ മോളുടെ പേര് ഗോഡ്ലി. അക്സായിക്ക് ഏറ്റവും സ്നേഹം ഗോഡ്ലിയോടാണ്. ചെറുപ്പത്തിലെ വഴക്കൊക്കെ ഉണ്ടായിരുന്നു, നല്ല തമ്മിത്തല്ലുണ്ടായിരുന്നു. പക്ഷെ രണ്ടാമത്തെ മോളുടെ കല്യാണത്തിൻ്റെ തലേ രാത്രി മൂത്തവള് മുറി കയറി വാതിലടച്ച് കരയുക. ഞാൻ കല്യാണത്തിനൊന്നും വരുന്നില്ലെന്നാണ് പറയുന്നത്. ഞാൻ ചെന്ന വിഷയം എന്നാ, ഞാൻ അവളെ ഒത്തിരി കരയിപ്പിച്ചിട്ടുണ്ട്, അവൾ പോവുമല്ലേ.
ഇതാണ് സഹോദര സ്നേഹം. ഈ സ്നേഹം എവിടുന്ന് വന്നു? എന്നിൽ നിന്ന് വന്നു. മനസ്സിലായോ? അപ്പൊ ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെ സ്നേഹിക്കുന്നു. അപ്പൊ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലെ സ്നേഹം ഓപ്പറേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. ഇതാണ് ഇതിൻ്റെ റിയൽ ഫാക്റ്റ്. അതെന്താ പാസ്റ്ററെ? അത് നിങ്ങൾ വായിച്ചെടുത്ത് കിടപ്പുണ്ട്. 1 യോഹന്നാൻ 4:7. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കാം. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. പിന്നെ സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. പിന്നെ സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. അടുത്തത്, ദൈവം സ്നേഹം തന്നെ. God is love. God is love. ദൈവം സ്നേഹം തന്നെ. മായമില്ലാത്ത വാക്ക്. ഒരു സ്ഥലത്തല്ല, പിന്നെയും താഴെ എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2-3 സ്ഥലത്തുണ്ട്. ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹം തന്നെ. അപ്പൊ ദൈവത്തോടുള്ള അടുപ്പത്തിൽ നിന്നാണ് സ്നേഹത്തിൻ്റെ ഉറവ പൊട്ടിപ്പുറപ്പെടുന്നത്. മുമ്പോട്ട് പോകാം. ഇനി ഇന്നത്തെ വാക്യത്തിലോട്ടൊന്ന് കയറണമല്ലോ. ആ വാക്യം ഇങ്ങനെയായിരുന്നല്ലോ: കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടു. അപ്പൊ കർത്താവിനെ സ്നേഹിച്ചില്ലെങ്കിൽ അത് ശാപമാകുന്നത് എങ്ങനെയാണ്? എനിക്ക് ശാന്തമായിട്ട് ഇത് പറയണം. പ്രസംഗ രൂപത്തിൽ വലിയ ഒച്ച വെക്കാതെ ഇത് വിവരിച്ച് തരണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ ഇത് ഗ്രഹിക്കണം. ഈ സ്നേഹത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ള കൊരിന്ത്യ ലേഖനം അവസാനിപ്പിക്കുമ്പം പറയുകയാണ്: കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടു. സ്നാനപ്പെടാത്തവൻ ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിട്ടില്ല. ദശാംശം കൊടുക്കാത്തവൻ ശപിക്കപ്പെട്ടവനെന്നും അവിടെയെങ്ങും കാണുന്നില്ല. പുതിയ നിയമത്തിൽ കാണുന്നില്ല. എല്ലാം ഈ ഒറ്റ വാക്കിലൊതുക്കി: കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. അപ്പോൾ നമ്മുടെ മനസ്സ് അവിടേക്ക് തിരിയട്ടെ. അടുത്ത ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. ഈ പ്രസംഗത്തിന് ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. എന്നോട് തമ്പുരാൻ ചോദിക്കും, നീ എന്നതാ പറഞ്ഞതെന്ന്. ഞാൻ രണ്ടാമത്തെ ചിന്തയിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കുകയാണ്. യഥാർത്ഥത്തിൽ ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? ആദ്യത്തെ ചോദ്യം, കർത്താവ് ആഗ്രഹിക്കുന്ന സ്നേഹം മനുഷ്യരോട് എനിക്കുണ്ടോ? 2, ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? താങ്ക് യു ജീസസ്. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യം ഞാനങ്ങ് പറയാം. യോഹന്നാൻ 21:15. യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നു. സൈമൺ, സൺ ഓഫ് ജോൺ, ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? ഈ വലയേക്കാൾ, ഈ പടകിനേക്കാൾ, ഈ മീനിനേക്കാൾ, ഈ സമ്പത്തിനേക്കാൾ, ഈ കൂട്ടുകാരേക്കാൾ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇന്ന് രാത്രിയിൽ ഈ ചോദ്യത്തിന് ഉത്തരം പറയണം. കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. 1 ചോദിച്ചു, 2 ചോദിച്ചു, 3 ചോദിച്ചു. അവൻ്റെ ഉത്തരത്തിൽ കർത്താവ് തൃപ്തനല്ല. വീണ്ടും വീണ്ടും ചോദിച്ചു. ഇന്ന് രാത്രി വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. മകളെ, ലില്ലി, ഗ്രേസി, കുഞ്ഞുമോളെ, ബേബിക്കുട്ടി, രാജു, എൽദോ, തോമസൂട്ടി, ഫിലിപ്പ്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എനിക്കുള്ളതിനേക്കാൾ, എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണെനിക്കാശ. ചേർന്ന, എനിക്കുള്ളതിനേക്കാൾ, എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണെനിക്കാശ. യേശുവേ ആരാധ്യനേ, യേശുവേ
ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. വാ തുറന്ന് പറഞ്ഞാട്ടെ, ഇത്രയും സ്നേഹിച്ചാൽ പോരാ, യേശുവിനെ അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. ഒരിക്കൽ കൂടെ, ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ, എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ. പ്രിയപ്പെട്ടവരെ, ഞങ്ങളിങ്ങനെ ഇവിടെ നിന്ന് ഉറക്കെ പറയും, നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധ വിട്ടുപോകും. അപ്പം അതുകൊണ്ട് ഈ പാട്ടൊക്കെ ഇങ്ങനെ പാടുന്നത് ആ വരികളങ്ങ് പറയുമ്പം അതിനോട്ടങ്ങ് ലയിച്ച് ചേരും. കണ്ണടച്ചിട്ട് പറഞ്ഞ്, എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ. അത്രയും മതി. ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നുണ്ടെന്നല്ല, എനിക്കങ്ങനെ സ്നേഹിക്കാൻ ആശയുണ്ടെന്നാണ്. അത് പറയാമല്ലോ. എൻ്റെ സ്നേഹിതൻ രാജേഷ് ശൈലപ്പാറ ഇങ്ങനെ എഴുതി, അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അത് പാടുമ്പോൾ ഒരു ചെറിയ ചകിടിപ്പുണ്ട്. സത്യമായിട്ട് അങ്ങനെയാണോ? എന്നാൽ ഇത് പാടാൻ അത്രയും കുഴപ്പമില്ല. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ. അതെൻ്റെ ആശയാണ്. അങ്ങനെ ആശയുള്ളവരൊക്കെ ഒന്ന് കൈ ഉയർത്തിക്കേ, ഒരു നല്ല ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സാധാരണ കേൾക്കുന്ന രീതിയിലുള്ളൊരു മെസ്സേജ് അല്ലിത്. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് തുളച്ചിത് കയറിക്കൊണ്ടിരിക്കുക. ഇത് നിങ്ങളെ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുക. സ്നേഹത്തിൻ്റെ ഒരു അഭിഷേകം ഇന്നിവിടെ വ്യാപരിക്കാൻ പോവുകയാണ്. ഒരു വലിയ മാറ്റം ഈ ദേശത്ത് വരാൻ പോവുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കരങ്ങൾ അടിച്ച ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. കർത്താവിനെ സ്നേഹിക്കാത്തവനെ അവനും ശപിക്കപ്പെട്ടവൻ. കർത്താവിനെ എങ്ങനെ സ്നേഹിക്കണം? മറ്റെല്ലാറ്റിലും അധികം സ്നേഹിക്കണം. കർത്താവിന് ഒരു ചെറിയൊരു സ്വഭാവമുണ്ട്. ഒരിടത്തും രണ്ടാം സ്ഥാനത്ത് അവൻ നിൽക്കത്തില്ല. നീ അവന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുമെങ്കിലേ അവൻ നിന്റെ ഹൃദയത്തിൽ വരത്തുള്ളൂ. നീ വെല്ലാത്തിനെ സ്നേഹിക്കുന്ന കൂട്ടത്തിൽ അവനെ സ്നേഹിക്കണ്ട. ഇന്ന് രാത്രി ദൂതിലേക്ക് കടക്കുക. നിന്റെ മകനേക്കാൾ, നിന്റെ മകളേക്കാൾ, നിന്റെ ഭാര്യയേക്കാൾ, നിന്റെ ഭർത്താവിനേക്കാൾ, നിന്റെ ശുശ്രൂഷയേക്കാൾ, നിന്റെ സമ്പത്തിനേക്കാൾ, നിന്റെ ആരോഗ്യത്തെക്കാൾ മൂന്നാമത്തെ ചിന്തയിലേക്ക് വന്നു. യേശുവിനെ സ്നേഹിച്ചാ പോരാ. ഞാൻ എൻ്റെ ഭാഷ പറയട്ടെ, അവിടെ അങ്ങനെ വലിയ ദാരിദ്ര്യമൊന്നുമില്ല സ്നേഹത്തിന്, കേട്ടോ. യേശുവിനെ സ്നേഹിക്കാൻ ആരും ഇല്ലല്ലോ, എന്നാൽ പിന്നെ ഞാൻ ഇച്ചിരി വല്ലപ്പോഴും ഒന്ന് സ്നേഹിച്ചേക്കാം. വേണ്ട. ദൈവം സ്നേഹം തന്നെ. അപ്പൊ പിന്നെ പിതാവ് പുത്രനെ സ്നേഹിച്ച സ്നേഹത്തിന്റെ വലിപ്പം നിങ്ങൾക്കറിയാവോ? യോഹന്നാന്റെ സുവിശേഷം 17:1 മുതൽ വായിക്കണം. പുത്രന്റെ സ്നേഹം പിതാവിൽ നിന്ന് വീണതാ. ഈ ത്രിയേക ദൈവം എന്ന തത്വം സത്യം തന്നെ സ്നേഹമായതുകൊണ്ടാണ്. സ്നേഹത്തിന് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഒക്കുകയില്ല. സ്നേഹം പകരണം, സ്നേഹിക്കപ്പെടണം, സ്നേഹിക്കണം. അപ്പൊ നിത്യതയിൽ പിതാവ് പുത്രനെ സ്നേഹിച്ചു.
നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ, നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ ശത്രുതയെ അകറ്റി എനിക്കു നീ പുത്രത്വം തന്നതിനാൽ, എനിക്കു നീ പുത്രത്വം തന്നതിനാൽ, നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ, നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ ശത്രുതയെ അകറ്റി എനിക്കു നീ പുത്രത്വം തന്നതിനാൽ, എനിക്കു നീ പുത്രത്വം തന്നതിനാൽ പ്രാർത്ഥന അപ്പൊ സ്നേഹത്തിന്റെ തറവാട്ടിലാ യേശു. യോഹന്നാന്റെ സുവിശേഷം 1:18, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തി. ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ള മാതാപിതാക്കൾ എന്നെ കേട്ടേ, മടിയിലിരുത്തുന്നത് ആരെയാ? സത്യം പറയണം, കൊച്ചുമക്കളെയാ. മക്കളെ ഒന്നും ഇരുത്തിയിട്ടില്ല, എവിടെ നേരം കിട്ടിയിട്ട് വേണ്ടേ? അന്നിവിടെ പരക്കം പാഞ്ഞ് ഓടി നടക്കുക, എങ്ങനെയും ഇതുങ്ങളുടെ ഫീസ് ഒപ്പിച്ചു കൊടുക്കണം, ഒരു വീടുണ്ടാക്കണം. അപ്പം ഇതുങ്ങളെ ഒന്നും മടിയിലിരുത്തില്ല. ഇപ്പം മക്കൾക്ക് ദേഷ്യമാണ് കൊച്ചുമക്കളെ ഇങ്ങനെ ഇരുത്തുന്നത് കണ്ടിട്ട്. എന്നിട്ട് എൻ്റെ മോൻ എൻ്റെ കൊച്ചുമോനോട് പറഞ്ഞു കൊടുക്കുക, അപ്പച്ചൻ നീ വിചാരിക്കുന്ന ആളല്ല, വേറൊരു സ്വഭാവമുണ്ട്, സൂക്ഷിക്കണമെന്ന്. ഇവൻ പറഞ്ഞു എനിക്ക് നന്നായിട്ട് അറിയാം, ഒന്നും എന്നെ ഉപദേശിക്കണ്ടെന്ന് പറഞ്ഞു. കാരണം ഇവൻ്റെ അടുത്ത് വേറെ ആളാ നമ്മൾ. എൻ്റെ ചെറിയ ചായ ഈ കൊച്ചുമക്കളൊരു ബലഹീനതയല്ലേ? ആ പ്രൈസലോ, നമ്മളെ കൺട്രോൾ ചെയ്യാൻ അവർക്ക് പറ്റും. ഞങ്ങളുടെ സഭയിൽ ഒരു മുനിസിപ്പൽ കമ്മീഷണറുണ്ട്. എൻ്റെ പൊന്നെ, കമ്മിറ്റിയിലൊക്കെ പുള്ളിക്കാരനെ അഡ്ജസ്റ്റ് ചെയ്യണം, എന്നെ പാടാതെ കടാമുടാന്ന് വർത്താനം പറയും. നല്ല മനുഷ്യനാണ്, ശുദ്ധ മനുഷ്യനാണ്, പക്ഷെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. ആ പുള്ളിയുടെ മോൻ്റെ കൊച്ചു വന്നപ്പോഴേ പുള്ളിയുടെ പുറത്ത് കയറിയിരുന്ന് ആന കളിക്കുക. പുള്ളിയുടെ 2 ചെവിയെ പിടിച്ചിട്ട് ലെഫ്റ്റ് ആനി റൈറ്റ് ആനി. മുനിസിപ്പൽ കമ്മീഷണർ, ഇതാ കൊച്ചുമക്കളുടെ കഴിവ്. തേരിക്കുന്നൊരുത്തൻ വേറെ വല്ലൊരു ഈ ഇരിപ്പിരിക്കുവോ പ്രായമുള്ളവർ? അത് അവൻ്റെ ഒരു ലൈസൻസാ അത്. പ്രൈസ് ദി ലോർഡ്. മടിയിലിരുത്തുന്നത് ആരെയാ? പിതാവിൻ്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്നേഹവാത്സല്യം വേണ്ടുവോളം അനുഭവിച്ചിരുന്ന പുത്രൻ താണ ലോകത്തിലേക്ക് വന്നു. ഹല്ലേലൂയ. ഞാൻ പാടുന്ന പാട്ടുകൾ 90% ദൈവസ്നേഹത്തിൻ്റെയാണ്. സ്തോത്രം. പല പാട്ടുകൾ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്, പക്ഷെ സമയം അങ്ങ് പോവും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വാക്യങ്ങൾ ഓർത്തിരിക്കുകയല്ല, പക്ഷെ പാട്ട് ഓർത്തിരിക്കും. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ യേശുവിനെ സ്നേഹിക്കുകയാണെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ വേണം. ഔദാര്യമൊന്നും വേണ്ട അവിടുത്തേക്ക്. അവിടുന്ന് സ്നേഹമില്ലാതെ ബുദ്ധിമുട്ടിയിട്ട് ഇവിടെ എങ്ങാനും വന്നിച്ചിട്ട് സ്നേഹം കിട്ടുമെന്ന് തോക്കി വന്നതല്ല. അവൻ സ്നേഹത്തിൻ്റെ തറവാട്ടിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. തിരിച്ച് അവനെ സ്നേഹിക്കാൻ നിനക്കൊരു ചാൻസ്. ഇവിടെ നിങ്ങൾ പാടിയ പാട്ടില്ലേ, അങ്ങേ സേവിക്കുവാൻ, അങ്ങേ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ, കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. അങ്ങേ സേവിക്കുവാൻ, അങ്ങേ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ, അങ്ങേ സേവിക്കുവാൻ
സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. കർത്താവിനെ സ്നേഹിക്കാൻ ഒരു ചാൻസ്. സ്തോത്രം. ഷാരൂഖ് ഖാനെ സ്നേഹിക്കാൻ ഒരു ചാൻസ് കിട്ടിയ മോശമാണോ മക്കളെ? കിട്ടുകയില്ല. അവർക്കൊന്നും വേണ്ട നമ്മുടെ ഒന്നും സ്നേഹം. അയ്യോ, അവർക്കൊക്കെ എന്തോ ഒരു ഫാൻസാ. സ്തോത്രം. മോഹൻലാലിനെ ഒരു മെസ്സേജ് അയച്ച് ഐ ലവ് യു എന്ന് പോയി പണി നോക്കാൻ പറയും. എന്നാ യേശുവിനോടൊന്ന് പറഞ്ഞു നോക്കിയേ, ജീസസ് ഐ ലവ് യു, ജീസസ് ഐ ലവ് യു, ജീസസ് ഐ ലവ് യു. 1 കോടി മനുഷ്യർ ഇന്ന് രാത്രി പറഞ്ഞാൽ കർത്താവ് ആമേൻ പറയും. ഞാനീ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? വലിയ വലിയ ആൾക്കാർക്ക് ചെറിയ മനുഷ്യരുടെ സ്നേഹം വേണോ? അതാ പോയിന്റ്. അതാ ഞാൻ എങ്ങനെ വേണം ഇതൊക്കെ ഒന്ന് വിവരിക്കാൻ. ട്രെയിനെ കൂടെ ഇങ്ങനെ നിരങ്ങി ഭിക്ഷയ്ക്ക് വരുന്ന ഒരാൾ എൻ്റെ തൊടയെ തട്ടിയേച്ച് സാറേ സാറിനോട് എനിക്ക് ഭയങ്കര സ്നേഹമെന്ന് പറഞ്ഞാൽ ഞാൻ എഴുന്നേറ്റ് വേറെ കമ്പാർട്ട്മെൻറ്റിൽ പോകും. കാരണം ഈ ചെളി മുഴുവൻ എൻ്റെ വാനെ കൊണ്ട് തേക്കുകയല്ലേ, ഇനി കെട്ടിപ്പിടിച്ച് തന്നെ എടുക്കും. ചെളിയല്ലാതെ ഒന്നുമില്ലാത്ത നീ, തിന്മയല്ലാതെ ഒന്നുമില്ലാത്ത നീ, കുറവുകളല്ലാതെ ഒന്നുമില്ലാത്ത നീ, പോരായ്മകൾ മാത്രമുള്ള നീ അവനെ സ്നേഹിച്ചാൽ അവൻ കുടഞ്ഞു കളയത്തില്ല. അവനെ സ്നേഹിക്കാൻ എല്ലാ യോഗ്യത അതിനൊക്കെ. ഓ, എലിസബത്ത് രാജ്ഞി മരിച്ചപ്പോഴാണ് എലിസബത്ത് രാജ്ഞി ആരാന്നറിയും. എലിസബത്ത് രാജ്ഞിയോട് എനിക്ക് ഭയങ്കര സ്നേഹമാണെന്ന് ഞാൻ പറഞ്ഞ വല്ല കാര്യമുണ്ട്? അവിടെ കിടന്ന് സ്നേഹിച്ചോളം പറയും. ലോകത്തിൽ എത്ര രാജ്യങ്ങളുടെ നോട്ടല്ല പുള്ളിക്കാരത്തിന്റെ പടമെന്നറിയോ? കാനഡ, ആസ്ട്രേലിയ, സിംഗപ്പൂർ എല്ലാം പുള്ളിക്കാരത്തിന്റെ പടം. അവർക്കാർക്ക് നമ്മുടെ സ്നേഹം ഒന്നും വേണ്ട. ഓ, കോടാനുകോടി ദൂതന്മാരുടെ അകമ്പടിയിൽ നിൽക്കുന്ന യേശു, പിതാവിന്റെ മടിയിലിരുന്ന യേശു, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ യേശു ഇന്ന് രാത്രി റാംനിയിൽ ചോദിക്കുക, മകളെ, മകനെ, ഡു യു ലവ് മീ? അവനെ സ്നേഹിക്കാൻ നമുക്ക് എന്നാ യോഗ്യതയുള്ളേ? ഇവിടുത്തെ ഏറ്റവും വലിയ തറവാട്ട് ജനിച്ചാലും അവൻ്റെ അടുക്കലോട്ട് അടുക്കാനൊന്നും നമ്മൾ യോഗ്യരല്ല. വൃത്തികേടുകളും പോരായ്മകളും മാത്രമുള്ള ഞാൻ എന്നോട് ചോദിക്കുക, മോനെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾ ഈ ചിന്ത ഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ സ്നേഹം അവന് കൊടുക്കാൻ നമ്മൾ യോഗ്യരല്ല. അതാണ് അടുത്ത ചിന്ത. എന്നിട്ടും അവൻ നമ്മെ സ്നേഹിക്കുക. നിന്റെ സ്നേഹത്തിൽ അവൻ ആനന്ദിക്കുന്നു. ഞാൻ സത്യമായ ദൈവവചനം പറയുക, ഈ പ്രദേശത്ത് ഒരാൾ ഇന്ന് രാത്രി വീട്ടിൽ ചെന്നിട്ട് കട്ടിലിൻ്റെ താഴെ മുട്ടുകുത്തിയിട്ട് ജീസസ് ഐ ലവ് യു എന്നൊന്ന് പറയുമ്പോൾ സ്വർഗം കൈയടിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. സ്വർഗം ചലിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ വ്യാജം പറയരുത്. സത്യസന്ധമായി ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു. അപ്പോൾ കർത്താവ് തിരിച്ചു പറയും, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനത്തെ പ്രമാണിക്കും. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനത്തെ അനുസരിക്കും. ഈ വചനം കേൾക്കുന്ന എല്ലാവരും വചനം പ്രമാണിക്കണം, വചനം അനുസരിക്കണം, വചനം കാക്കണം. എന്നോട് പറയാം, വചനം കാക്കണം എന്ന് പറഞ്ഞാൽ വചനത്തിൻ്റെ കാവൽക്കാരായിരിക്കണം, വചനത്തിൻ്റെ വിതരണക്കാരായിരിക്കണം. 2, വചനം അനുസരിക്കണം, വചനം പ്രമാണിക്കണം. അങ്ങനെ ചെയ്യുന്നവരാണ്
നിങ്ങളെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ദേശത്ത് ആരെങ്കിലും ഒരാൾ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും വചനം പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവരോടൊരു വാക്കൊന്ന് പറഞ്ഞോട്ടെ. 1 യോഹന്നാൻ 2-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. അങ്ങനെയുള്ള കള്ളന്മാരാരേലും ഇന്ന് ഇവിടെ ഉണ്ടോ? ഈ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഒരു കുരുമുളക് പോലും മോഷ്ടിച്ചിട്ടില്ല, പക്ഷെ കർത്താവിനെ അറിയാവുന്ന പറയുകയും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയുകയും കർത്താവിൻ്റെ വചനം അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവനെ ബൈബിൾ ഒരു വിട്ടുവീഴ്ചയില്ലാതെ കള്ളനെന്നാണ് വിളിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ ദിവസം സ്നാനം ഉണ്ടായിരുന്നു. നാളെ രാവിലെ പിറവത്തൊരു സ്നാനമുണ്ട്. ഒരു മനുഷ്യൻ കഴിഞ്ഞ ഞായറാഴ്ച ചർച്ച വന്നേച്ച് പറഞ്ഞു, എൻ്റെ ഭാര്യ സമ്മതിക്കത്തില്ല, എൻ്റെ ഭാര്യയുടെ ആങ്ങളമാർ സമ്മതിക്കത്തില്ല, ഞങ്ങളൊരു വലിയ കൂട്ടുകുടുംബമാണ്, പക്ഷെ ദൈവം എന്നോട് ശക്തമായിട്ട് ഇടപെട്ടു, ഞാൻ സ്നാനപ്പെടാൻ പോവുക, എന്നെ ഒട്ടും വൈകിപ്പിക്കരുതെന്ന് പറഞ്ഞു. നാളത്തേക്ക് വെച്ചിരിക്കുക. ഞാൻ അതുകൂടെ പറയുക, കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ പറഞ്ഞേച്ച് പോകണം, നാളെ സ്നാനപ്പെടണം. സ്തോത്രം. തീരുമാനിച്ചോ? സ്തോത്രം. ഈ ചിന്തയുടെ ഒടുവിലേക്ക് അതിവേഗം പോകട്ടെ. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് എന്തു ചെയ്യും? 1 കൊരിന്ത്യർ 2-ാം അധ്യായം 9-ാം വാക്യം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. കേട്ടല്ലോ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. കണ്ണു കണ്ടിട്ടില്ല. കണ്ണ് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു കണ്ണുപോലും ഒരു മനുഷ്യർ പോലും കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു ചെവി പോലും കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല, ആരും ഇമാജിൻ ചെയ്തിട്ട് പോലും ഇല്ല. കേൾക്കുന്നുണ്ടോ? 10 മിനിറ്റ് കൊണ്ട് പ്രസംഗം തീരും. നീ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യുക? ഒരുക്കുകയാ, കരുതുകയാ. അത് നിന്റെ ഭാര്യ പോലും അറിഞ്ഞിട്ടില്ല. സ്തോത്രം, 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 സ്തോത്രം. ഞാൻ ഈ ഉദാഹരണമൊക്കെ പറയുന്നത് കൊച്ചു കൊച്ചു ഉദാഹരണമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വഴിയെ പോകുമ്പോൾ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ടിപ്പർ, ട്രാക്ടർ, ലോറിയൊക്കെ ചെറിയ വിലയ്ക്ക് വിൽക്കുന്നു, വെയിലത്തിരുന്നുണ്ട്. അപ്പം എൻ്റെ മനസ്സിൽ തോന്നി, ഈ വെയിൽ കൊള്ളതല്ലേ, അവർക്ക് 10 രൂപയും കൊടുക്കാം, എനിക്കൊരു കൊച്ചുണ്ടല്ലോ, 3 കുഞ്ഞുമക്കളുണ്ടെങ്കിൽ ഒരുത്തനെ വീട്ടിൽ വരുള്ളൂ, മറ്റൊരൊക്കെ വെളിയിലാണ്. അപ്പം അവൻ ഈ ലോറിയൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പം ഇതെന്താ ഇത് സൂചിപ്പിക്കുന്നത്? നമ്മളൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എന്തു ചെയ്യും? കരുതും. വാക്യം ശ്രദ്ധിച്ചേ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. സ്തോത്രം. കൊച്ചു പെൺകുട്ടികളുള്ളവർ കട കിടക്കുന്ന മിഡിയും ടോപ്പും ശ്രദ്ധിക്കും. കൊച്ചാമ്പിള്ളേരുള്ളവർ പാൻറ്റും ഷർട്ടും ശ്രദ്ധിക്കും. കല്യാണം കഴിക്കാറായ പെൺകുട്ടികളുള്ള അപ്പനും അമ്മയും 25 വയസ്സ് കഴിഞ്ഞ് ചെറുക്കന്മാരെ കാണുമ്പോൾ ഒന്നുകൂടെ നോക്കും, നമ്മുടെ കൊച്ചിന് പറ്റുമോ? അതല്ല മനുഷ്യൻ്റെ സ്വഭാവമല്ലേ അത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവ് നിനക്ക് വേണ്ടി ഇങ്ങനെ 24 മണിക്കൂർ കരുതുകയെന്നേ. എനിക്കിത് പ്രസംഗിച്ച് തീരത്തില്ല, അത്ര കൊതിയാണ് ഇത് പറയാൻ. എന്നെ അവൻ സ്നേഹിച്ചിട്ട് എന്തൊക്കെയോ കരുതിക്കൊണ്ടിരിക്കുക. സ്തോത്രം, 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 സ്തോത്രം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഭൂമിയിൽ ആരും കണ്ടിട്ടില്ല. കേട്ടോ? ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത വിധം ദൈവം നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. നിനക്ക് വേണ്ടി കരുതുമെന്ന് പറഞ്ഞവർ കാലു മാറിയെങ്കിൽ, നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ട് തന്നില്ലെങ്കിൽ, നിന്നെ ഉപദ്രവിച്ചെങ്കിൽ,
നിനക്ക് വീതം കിട്ടിയില്ലെങ്കിൽ, നിനക്ക് കിട്ടേണ്ടത് തട്ടിയെടുത്തെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്ക, കരുതുന്നൊരു സ്വർഗമുണ്ട്. കരങ്ങളടിച്ച് ശക്തിയോടെ ദൂത് ഏറ്റെടുക്ക. താങ്ക് യു ജീസസ്. വേഗത്തിൽ മുമ്പോട്ട് പോകാം. എന്താണ് ഒരുക്കിയിട്ടുള്ളത്? യോഹന്നാന്റെ സുവിശേഷം 14:1 ഭവനമൊരുക്കുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. പ്രൈവറ്റ് റൂം ഒരുക്കാൻ പോകുന്നു. വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിച്ചാലും ഇല്ലേലും ഒരുക്കിക്കൊണ്ടിരിക്കുക. 2000 കൊല്ലമായി ഒരുക്കിക്കൊണ്ടിരിക്കുക. ഓ, മണവാട്ടിക്ക് വേണ്ടി മുറി അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാ മണവാളൻ. കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. എത്ര പേരുടെ ഉള്ളിൽ സന്തോഷം നിറയുന്നുണ്ട്. കോവിഡ് വരട്ടെ, രോഗം വരട്ടെ, ദുഃഖം വരട്ടെ, നഷ്ടം വരട്ടെ, അവിടെ ഇതൊന്നുമില്ല. അവിടെ കോവിഡ് ഇല്ല, അവിടെ സുനാമി ഇല്ല, അവിടെ അഴിമതിയില്ല, അവിടെ സ്വർണ്ണക്കടത്തില്ല. ഓ, അവൻ നിനക്കൊരു ഭവനം ഒരുക്കുക കേട്ടോ. എത്ര കൊല്ലമായി അത് വർണ്ണിക്കാനൊന്നും ഒരു ഉപദേശിയെ കൊണ്ടൊന്നും കഴിയത്തില്ല. താജ്മഹലൊക്കെ ഇത്രയോ വർഷം കൊണ്ടുണ്ടാക്കിയെന്ന് പറയുമ്പോൾ 2000 കൊല്ലമായിട്ട് മണവാളൻ മണവാട്ടിക്ക് വേണ്ടി ഒരു ബംഗ്ലാവ് ഒരുക്കുന്നതിൽ എത്ര പേർക്ക് സന്തോഷമുണ്ട്? വിശ്വാസത്തോടും സന്തോഷത്തോടും കൂടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. അതേ അധ്യായം 14-ാം അധ്യായം തന്നെ, അതിന്റെ 15 വായിക്കാവോ? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. പിന്നെ എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയട്ടെ. എന്നെ നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ ഞാൻ പിതാവിനോട് ചോദിക്കും. അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് പറയാം. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനെ തരും. ആശയം പിടികിട്ടിയെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അങ്ങനെയാണ് ഇന്ന് രാത്രി അതിൻ്റെ ഒരു കവിഞ്ഞൊഴുക്ക് ഈ പന്തലിൽ ഉണ്ടാവണം, ഈ ഓഡിറ്റോറിയത്തിൽ ഉണ്ടാവണം. സ്നേഹിക്കുന്നവർക്ക് എന്ത് തരും? പരിശുദ്ധാത്മാവിനെ തരും. എത്ര പേർക്ക് വേണം? എത്ര പേർക്ക് വേണം? ഇന്നലെ വരെ ലഭിച്ചിട്ടില്ലാത്ത ഒരു അഭിഷേകത്തിന്റെ കവിഞ്ഞൊഴുക്ക്, ഒരു നിറഞ്ഞ് കവിയുന്ന അനുഭവം. സ്തോത്രം. സ്നേഹിക്കുന്നവർക്ക് തരുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ഇതാണെന്ന് എൻ്റെ വിശ്വാസം. ആത്മാവിനെ അളവ് കൂടാതെ തരിക. അതിങ്ങോട്ട് വന്നു കഴിയുമ്പോൾ സന്തോഷം കൊണ്ട് ഹൃദയം നിറയും. അതിങ്ങോട്ട് വന്നു കഴിയുമ്പോൾ രോഗം മറക്കും, ക്ഷീണം മറക്കും, നിരാശ മറക്കും. ദൈവസ്നേഹം കൊണ്ട് ഹൃദയം നിറയും. കർത്താവിനെ സ്നേഹിക്കാൻ ഭയങ്കര ഉത്സാഹമാകും. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കർത്താവിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞ് തുള്ളിച്ചാടി ഇന്നിവിടുന്ന് പോകുമ്പോൾ ആത്മനിറവോടെ മടങ്ങണം. ആ സ്നേഹിക്കുന്നവർക്കുള്ളതാണത്. ലോകത്തിൽ ഒത്തിരി മനുഷ്യരുണ്ട്, അവർക്ക് ആർക്കും അത് കൊടുക്കത്തില്ല. കർത്താവിനെ സ്നേഹിക്കുന്നവർക്കുള്ളതാ പരിശുദ്ധാത്മ നിറവ്. ഇനിയുള്ളത് വായിക്കാതെ ഞാനങ്ങ് പറയാം. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് തേജസ് ഒരുക്കിയിരിക്കുന്നു. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. കർത്താവിനെ സ്നേഹിക്കുന്നവർക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. 5-ാമത്തെ കുറിപ്പ്, സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവൻ വേഗം വരും. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ നമ്മുടെ കർത്താവ് വരുന്നു. എന്നാൽ ഇപ്പം ഇവിടെ വെച്ച് കിട്ടുന്ന സാധനം പരിശുദ്ധാത്മാവ്. എത്ര പേരുണ്ട് സ്നേഹിക്കുന്നവർ? ആത്മാർത്ഥമായിട്ട്. എനിക്ക് പൂർണ്ണമായിട്ടൊന്നും പറ്റുന്നില്ല, എന്നാലും എനിക്ക് ആഗ്രഹമുണ്ട്, കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നു. അങ്ങനെ പറയുന്നവരെല്ലാം കൈ ഉയർത്തി പിടിച്ചേ. സ്തോത്രം. വാ തുറന്ന് പറഞ്ഞേ, കർത്താവെ അങ്ങനെയാണെങ്കിൽ ആ സ്നേഹിക്കുന്നവർക്ക് കൊടുക്കുന്ന ആ അഭിഷേകം
സ്നേഹിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു ആത്മനിറവ്, ആ അന്യഭാഷ, ആ ശക്തി, ആ നിറവ്, ആ കൃപാവരം. പ്ലീസ് ലോർഡ് ഗീവ് us ടുഡേ. ഇന്ന് ഞങ്ങൾക്കൊന്ന് തരണേ. ഒന്ന് വാ തുറന്ന് പ്രാർത്ഥിച്ചേ. ഈ ശനിയാഴ്ച രാത്രി വന്ന പോലെ പോകരുതേ. വലിയ മഴ ഇടിയൊക്കെ വന്നിട്ട് ദൈവം മാറ്റി തന്നില്ലേ? ഒരാത്മപകർച്ച ഇന്നിവിടെ ഉണ്ടാകണം. അതെൻ്റെ ഒരു ആഗ്രഹമാണ്. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളും യൗവനക്കാരും പ്രായമുള്ളവരും എല്ലാം ആത്മനദിയിൽ ഇറങ്ങണം. ഹല്ലേലൂയ. പെന്തക്കോസ്ത് നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ, ആ പാട്ടാ പാടാൻ പോണത്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? ബൈബിളൊക്കെ കസേര വെച്ചിട്ട് രണ്ട് കൈയൊന്ന് ഉയർത്തി അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ചേ, ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. ഒരു അഭിഷേകമാണ് ഈ തലമുറയ്ക്ക് വേണ്ടത്. അതിനകത്ത് രോഗശാന്തി ഉണ്ടാകും, അതിനകത്ത് അനുതാപം ഉണ്ടാവും, സ്നാനപ്പെടാനുള്ളവർ ഒരുങ്ങും. സ്തോത്രം. രണ്ട് കൈ ഉയർത്തി നിങ്ങൾ തന്നെ ഒന്ന് പ്രാർത്ഥിച്ച്. പാട്ട് പിന്നെ പാടിയാൽ മതി. കർത്താവേ, സ്നേഹിക്കുന്നവർക്ക് നൽകുന്ന അഭിഷേകം എനിക്ക് തരണേ. ഇതുവരെ ലഭിച്ചതിനേക്കാൾ ഒരു പടി കൂടെ കേട്ടോ, കേൾക്കണം. ഇതുവരെ ലഭിച്ചതിനേക്കാൾ ഒരു ലെവലും കൂടെ കൂടുതൽ നീന്തിയിട്ടല്ലാതെ കിടക്കാൻ വയ്യാത്ത ഒരു അനുഭവത്തിലേക്ക് എന്നെ നടത്തണേ. ഒന്ന് പ്രാർത്ഥിച്ച്, വാ തുറന്ന് ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ച്. കർത്താവേ, ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ വാക്ക് പറഞ്ഞതാണല്ലോ, ഒരു ആത്മപകർച്ച ഇന്നിവിടെ ഉണ്ടാകുമെന്ന് അടിയൻ വിശ്വസിക്കുകയാണ്. നീന്തിയിട്ടല്ലാതെ കിടക്കാൻ മേലാത്ത പോലെ ഒരു പ്രവാഹം ഈ ഓഡിറ്റോറിയത്തിലൂടെ ഒഴുകട്ടെ. അത് ഈ ദേശത്തെ മുഴുവൻ സ്വാധീനിക്കട്ടെ. ഇവിടെ വാഴുന്ന ഇരുട്ടിൻ്റെ അധികാരത്തിൻ്റെ മേൽ സഭ ഇന്ന് രാത്രി ജയത്തിൻ്റെ കൊടി നാട്ടുകയാണ്. ഈ സഭ ഇന്ന് രാത്രി ജയത്തിൻ്റെ കൊടി ഇവിടെ നാട്ടുന്നു. ദേശാധിപതിയുടെ ശക്തിയെ ഞങ്ങൾ ഒരുമിച്ച് ബ്ലോക്ക് ചെയ്യുന്നു.